എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം. നിങ്ങൾ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ ഡിജിറ്റൽ കർഷക ഐഡിക്ക്, അതായത് ഫാർമേഴ്സ് ഐഡിക്ക് വേണ്ടി അപേക്ഷിച്ചവരാണോ? അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അവിടെ പെൻഡിങ് എന്ന് കാണിക്കുന്നത് കണ്ട് നിങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുകയാണോ? എൻ്റെ അപേക്ഷ നിരസിക്കപ്പെടുമോ? ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർഷക ഐ ഡി സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് കാണിച്ചാൽ അത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? ഇത് പരിഹരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? എങ്ങനെ കൃഷിഭവനുമായി ബന്ധപ്പെടണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ആദ്യമേ നമുക്ക് നോക്കാം എന്താണ് അഗ്രിസ്റ്റാക്ക്. അവിടെ സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ അപേക്ഷ ആരും നിരസിച്ചിട്ടില്ല എന്നാണ് ഈ പെൻഡിങ് എന്ന് കാണിക്കുന്നത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അതായത് റിജക്റ്റഡ് ആയിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിച്ച വിവരങ്ങൾ നിലവിൽ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലാണ് എന്നാണ് ഈ സ്റ്റാറ്റസ് സൂചിപ്പിക്കുന്നത്. അഗ്രിസ്റ്റാക്ക് എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഡിജിറ്റൽ കാർഷിക പദ്ധതി ആയതിനാൽ ഇതിലേക്ക് വരുന്ന വിവരങ്ങൾ സത്യമാണോ കൃത്യമാണോ എന്ന് വില്ലേജ് തലത്തിലും കൃഷിഭവൻ തലത്തിലും പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരിശോധന പൂർത്തിയാകുന്നത് വരെ നിങ്ങളുടെ പ്രൊഫൈലിൽ സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് തന്നെയായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഭൂമിയുടെ വിവരങ്ങളും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും അതോടൊപ്പം നൽകിയിട്ടുള്ള മറ്റ് ഐഡന്റിറ്റി രേഖകളും ഉദ്യോഗസ്ഥർ ഒത്തുനോക്കി പരിശോധിക്കും. സാധാരണയായി ഈ വേരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ കുറച്ച് ദിവസങ്ങൾ, അതായത് 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ സമയമെടുക്കാറുണ്ട്. ഒരേ സമയം ഒട്ടനവധി കർഷകർ അപേക്ഷിക്കുന്നത് കൊണ്ടുള്ള തിരക്കും ഈ താമസം വർദ്ധിപ്പിച്ചേക്കാം. അതുകൊണ്ട് അപേക്ഷ സമർപ്പിച്ച ഉടൻ തന്നെ സ്റ്റാറ്റസ് മാറിയില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്ഷമയോടെ കാത്തിരിക്കുക. ഇനി അപേക്ഷ നൽകി 2 ആഴ്ചയിലധികം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 3 ആഴ്ചയിലധികം കഴിഞ്ഞിട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് പെൻഡിങ് ആയി തന്നെ തുടരുകയാണ് എങ്കിൽ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ഉടൻ തന്നെ നിങ്ങൾ കൃഷിഭവൻ സന്ദർശിക്കുക. നിങ്ങളുടെ കൃഷിഭൂമി ഏത് കൃഷിഭവന്റെ പരിധിയിലാണോ വരുന്നത് അവിടുത്തെ കാർഷിക ഓഫീസറെയോ അസിസ്റ്റന്റിനെയോ നേരിട്ട് കണ്ട് വിവരം അറിയിക്കുക. അപ്പോൾ കൈവശം കരുതേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കൃഷിഭവനിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അപേക്ഷാ നമ്പരും അപേക്ഷിക്കാൻ ഉപയോഗിച്ച ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പിയും നിർബന്ധമായും കയ്യിൽ കരുതണം. ഓൺലൈൻ അപ്രൂവൽ. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരോട് കാര്യം പറഞ്ഞാൽ അവർക്ക് അവരുടെ ഔദ്യോഗിക ലോഗിൻ പരിശോധിച്ച് നിങ്ങളുടെ രേഖകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ ഓൺലൈനായി അപ്രൂവ് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും. ചില സാഹചര്യങ്ങളിൽ ഭൂമിയുടെ വിവരങ്ങൾ, അതായത് തണ്ടപ്പർ, സർവേ നമ്പർ, സിൻഡിക്കേറ്റ് ഡീറ്റെയിൽസ് എന്നിവയൊക്കെ ഡിജിറ്റൽ രേഖകളുമായി കൃത്യമായി പൊരുത്തപ്പെടാതെ വരുമ്പോഴാണ് വേരിഫിക്കേഷൻ കൂടുതൽ വൈകുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ കൃഷി ഉദ്യോഗസ്ഥർ നിങ്ങളോട് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള റവന്യൂ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടേക്കാം. അതിനാൽ നിങ്ങളുടെ ഭൂമിയുടെ ഏറ്റവും പുതിയ നികുതി അടച്ച രസീത് എപ്പോഴും കൈവശം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. വില്ലേജ് രേഖകളും അഗ്രിസ്റ്റാക്കിലെ വിവരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ട് തിരുത്തേണ്ടതായും വന്നേക്കാം. ഇനി നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ അവസ്ഥ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യമായി നിങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അഗ്രിസ്റ്റാക്ക് ഫോർ കേരള എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഗ്രിസ്റ്റാക്കിൻ്റെ വെബ്സൈറ്റ് കിട്ടുന്നതാണ്. അവിടെ കർഷക രജിസ്ട്രേഷൻ്റെ പോർട്ടൽ ആണ് നിങ്ങൾ ഓപ്പൺ ആക്കേണ്ടത്. ശേഷം ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പരും അതിലേക്ക് വരുന്ന OTP നൽകി പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് വെബ്സൈറ്റിൽ കൂടെ തന്നെ പരിശോധിക്കാവുന്നതാണ്. അതിന് ആധാർ നമ്പറാണ് നിങ്ങൾക്ക് കയ്യിൽ വെക്കേണ്ടത്. ട്രാക്ക് ആപ്ലിക്കേഷൻ, അതിലുള്ള ചെക്ക് സ്റ്റാറ്റസ് അഥവാ ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റാറ്റസ് അപ്രൂവ് ആയോ എന്ന് നിങ്ങൾക്ക് തത്സമയം അറിയാനും കഴിയും.
അപേക്ഷ റിജക്റ്റ് ആയാൽ എന്ത് ചെയ്യണം? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളോ വിട്ടുപോകലുകളോ കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർ അപേക്ഷ റിജക്റ്റഡ് അല്ലെങ്കിൽ റിവോക്ഡ് ഫോർ കറക്ഷൻ തിരുത്തലുകൾക്കായി തിരിച്ചയക്കും എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റിയേക്കാം. ഇങ്ങനെ സംഭവിച്ചാൽ ഒട്ടും പരിഭ്രാന്തരാകേണ്ട. എന്താണ് തെറ്റെന്ന് വെബ്സൈറ്റിൽ കാണിച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് വ്യക്തമല്ലാത്ത രേഖകൾ അല്ലെങ്കിൽ തെറ്റായ സർവേ നമ്പർ. ആ തെറ്റുകൾ കൃത്യമായി തിരുത്തി ആവശ്യമായ രേഖകൾ സഹിതം അപ്ലോഡ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ കർഷക ID വിജയകരമായി ക്ലിയർ ആയി ലഭിക്കുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അഗ്രിസ്റ്റാക്കിലെ പെൻഡിംഗ് സ്റ്റാറ്റസ് എന്നത് വെറും ഒരു താൽക്കാലിക പരിശോധനാ സമയം മാത്രമാണ്. വില്ലേജ് അല്ലെങ്കിൽ കൃഷി വകുപ്പ് തലത്തിൽ ഇത് ക്ലിയർ ആകാനുള്ള താമസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒട്ടും വൈകാതെ നിങ്ങളുടെ പരിധിയിലുള്ള കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കർഷക ID അപ്രൂവൽ വേഗത്തിലാക്കുക. ഇപ്പോൾ കിസാൻ സമ്മാൻ പോലെയുള്ള അല്ലെങ്കിൽ കാർഷിക ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്കെല്ലാം ഈ കർഷക ID നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നുവെങ്കിൽ കൃഷി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് കർഷക ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. പുതിയൊരു വിവരവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.